പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയവൻ, യേശു നല്ലവൻ. കർത്താവ് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥന മുറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന പ്രവചന ശബ്ദത്തെയും ദൈവവചനത്തെയും ഞാൻ കേൾക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൂതുകളെ റിസീവ് ചെയ്യുന്ന ജനത്തിന് ഞാൻ കൈമാറുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ പറയപ്പെട്ട വചനങ്ങൾ, പ്രവചന ശബ്ദങ്ങൾ അതെല്ലാം നിങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി, അത് ദൂതുകൾ റിസീവ് ചെയ്തതിൻ്റെ ഫലമായി ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു എന്ന് കേൾക്കാൻ കഴിയുന്നു. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അവർ പറയുന്നു, പാസ്റ്ററെ ഇന്ന കാര്യങ്ങൾ നടന്നു. ആമേൻ. ഒത്തിരി വർഷങ്ങളായി പെയിൻറ്റിങ് ആയത്, ആമേൻ, ഒത്തിരി ഞങ്ങൾ ഭാരപ്പെട്ടത്, ഒത്തിരി നിരാശപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം കർത്താവ് വിടുതൽ തന്നു, മറുപടി തന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഇതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇനിയും വലിയവ ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥന 2-3 ദിവസമായി എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവചന ശബ്ദങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ കയ്യിലേക്ക്, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇരിക്കുമ്പോഴും എന്നോട് ദൈവം ഇടപെട്ട ഒരു വേദഭാഗം കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഒരു കുളത്തിൻ്റെ അരികത്ത് ചെന്ന്, കുളത്തിൻ്റെ അരികത്ത് വർഷങ്ങളായി കിടക്കുന്ന ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗം പരിശുദ്ധാത്മാവിന്റെ ചിന്തയ്ക്ക് തോന്നും. നിരാശപ്പെട്ട് കഴിയുന്ന, ഇനി രക്ഷയില്ല എന്ന് പറയുന്ന, ഇനി ഞങ്ങൾക്ക് പുറത്തു വരാൻ പറ്റത്തില്ല, ഇത്രയും വയസ്സായി, ഇത്രയും പ്രായമായി, ഇത്രയും വർഷമായി പാസ്റ്റർ, ഇത്രയും വർഷമായി സഹോദര, ഇനി തോന്നുന്നില്ല രക്ഷപ്പെടും, ഇനി തോന്നുന്നില്ല എഴുന്നേക്കുമെന്ന്, ഇനി ഞങ്ങൾക്കൊരു ഉയർപ്പുണ്ടെന്നോ, ഇനി ഞങ്ങൾക്കൊരു അനുഗ്രഹമുണ്ടെന്നോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദേശത്ത് നിന്ന് വിളിക്കുന്ന ആൾക്കാർ പറയുന്ന വർഷങ്ങളുടെ കണക്ക് കേട്ടിട്ടുണ്ട്. ഭയങ്കരമാണ്. 38 വർഷമായി രോഗിയായി കിടക്കുന്നവർ. ആമേൻ. ഞാൻ അവൾ പറയും, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നിങ്ങൾ എന്ത് രോഗത്തിൽ, ഏത് രോഗത്താൽ ഇരിക്കുന്നു, അത് വിഷയമല്ല. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവ ശബ്ദത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ സ്വീകരിക്കാൻ, ദൈവവചനത്തെ സ്വീകരിക്കാൻ, യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ പറയുന്ന മുഴുവൻ വർഷങ്ങളുടെ കണക്കല്ലേ. ഇത്രയും വർഷമായി, ഇത്രയും പഴകിയ രോഗമാണ്, ഇത്രയും വർഷമായ വിഷയങ്ങളാണ്, ഇതിനകത്തൊരു പരിഹാരമുണ്ടാകും തോന്നുന്നില്ല, ഇനി നടക്കത്തില്ല. നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് മരിച്ചാൽ മതി, ജീവിക്കണമെന്നില്ല പാസ്റ്റർ, മരിച്ചാൽ മതി. ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാണ്ടല്ല, ഞങ്ങൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു മറുപടിയും കിട്ടിയില്ല. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, പക്ഷെ അതിനകത്തൊന്നും ഒരു മറുപടിയില്ല, ഒരു സൗഖ്യമല്ല, ഒരു വിടുതലില്ല, ഞങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. നിരാശപ്പെട്ട് കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന, എല്ലാ മേഖലകളും അടഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്ത് മടുത്ത് കിടക്കുന്ന രോഗികൾ, നിരാശപ്പെട്ട് റൂമുകളുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി മരണം മാത്രം മുമ്പിൽ കണ്ട് ആഗ്രഹിച്ചു കിടക്കുന്ന, എന്നെ അങ്ങ് എടുത്തോണേ കർത്താവ് എന്ന് പറയുന്നു, ആർക്കും ഞാൻ ഒരു ഭാരമാകില്ലെന്ന് പറയുന്ന സഹോദര, സഹോദരി, നിങ്ങൾക്കുള്ള ദൈവശബ്ദമാണ് ഇന്ന് ഈ സമയം കൈമാറുന്നത്. നിങ്ങൾക്കുള്ള സാക്ഷ്യമാണ് ഇന്ന് കൈമാറുന്നത്.
നിരാശപ്പെട്ട് കിടക്കുന്ന, കൺമുമ്പിൽ പ്രാർത്ഥന തെറ്റല്ല, പ്രാർത്ഥന ശരിയാണ്. വിശ്വാസം തെറ്റല്ല, വിശ്വാസം ശരിയാണ്. രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, അനേകർക്ക് വിടുതലുണ്ടാകുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, എൻ്റെ തലമുറയിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ എനിക്കിത് കാണാൻ കഴിയുന്നില്ല. വളരെ നിരാശപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ള ശബ്ദം കേട്ടുകൊള്ളുക. വിശ്വസിക്കാൻ തയ്യാറാകുക, സ്വീകരിക്കാൻ തയ്യാറാകുക. അത്ഭുതം നിങ്ങൾ കാണും, അത്ഭുതം നിങ്ങൾ കാണാൻ പോകും. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത 38 വർഷമായി കിടക്കുന്ന രോഗി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സംഭവം, ഒരു അത്ഭുതം നടക്കാൻ പോകും. ഒത്തിരി അവൻ ആഗ്രഹിച്ചു, സൗഖ്യം ഒത്തിരി അവൻ ആഗ്രഹിച്ചു. കുളക്കടവിൽ കിടക്കുന്ന, കുളത്തിന്റെ കരയിൽ കിടക്കുന്ന 38 വർഷമായ ആ പക്ഷവാതക്കാരൻ, ആ തളർവാദം പിടിച്ചു കിടക്കുന്ന മനുഷ്യൻ ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി കൊതിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സൗഖ്യമാകും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എഴുന്നേൽക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നടക്കും, മറ്റുള്ളവരെ പോലെ ഞാൻ നടക്കും, മറ്റുള്ളവരെ പോലെ ഞാൻ എഴുന്നേൽക്കും. ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി സ്വപ്നം കണ്ടു, ഒത്തിരി വിശ്വസിച്ചു. പക്ഷേ കയ്യെത്തും ദൂരത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. കാണുന്നുണ്ട്, അത്ഭുതം കാണുന്നുണ്ട്, അടയാളങ്ങൾ കാണുന്നുണ്ട്, ദൂതൻ ഇറങ്ങുന്നത് കാണുന്നുണ്ട്, അവന്റെ കൺമുമ്പിൽ സൗഖ്യങ്ങൾ നടക്കുന്നവൻ കാണുന്നുണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിന്റെ അകത്ത് ആ വിടുതൽ അനുഭവിക്കാൻ അവന് കഴിയുന്നില്ല. ആമേൻ. നിരാശപ്പെട്ടു പോവും. 1-2 മാസങ്ങളല്ല, 38 ദിവസമല്ല, 38 മാസമല്ല, 38 വർഷമായിട്ട് അവന്റെ കൺമുമ്പിൽ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ച് ആ കുളത്തിൽ നിന്ന് കയറിപ്പോകുമ്പോൾ നിരാശയോടെ എന്നെ എടുത്തിറക്കാൻ, എന്നെ സഹായിക്കാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനുമില്ലാതെ ഞാൻ തനിയെ ഇറങ്ങാൻ നോക്കിയാൽ, ഞാൻ ഇറങ്ങുന്ന മുമ്പ് എന്നെ ഓവർടേക്ക് ചെയ്ത് അടുത്തയാൾ ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് പോയി കഴിയും. ആരും എന്നെ നോക്കി വെയിറ്റ് ചെയ്തില്ല. പലരോടും ഞാൻ സഹായം അഭ്യർത്ഥിച്ചു, പലരോടും ചോദിച്ചു, ആരും എന്നെ സഹായിച്ചില്ല. നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ, നിസ്സഹായനായി കിടക്കുന്ന മനുഷ്യൻ, ആരും സഹായിക്കാനില്ലാതെ, ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യാനില്ലാതെ തകർന്നു കിടക്കുന്ന ആ പക്ഷവാതക്കാരന്റെ അടുക്കിലേക്ക് അവൻ ചിന്തിക്കാത്ത, അവൻ വിചാരിക്കാത്ത, അവൻ സ്വപ്നം കാണാത്ത ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു വ്യക്തി അവന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നു. അവൻ അത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, അവൻ ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാൾ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല. അവൻ ചിന്തിച്ചിരിക്കുന്നതും നോക്കിയിരിക്കുന്നതും കാണുന്നതും കേട്ടിരിക്കുന്നതും മുഴുവൻ ദൂതനിറങ്ങി കുളം കലക്കുന്നു, ആ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കാം. പക്ഷെ അവൻ ചിന്തിക്കാത്ത വിടുതൽ, ആമേൻ, അവന് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരുന്നു. 100 കണക്കിന് 1000 കണക്കിന് ജനങ്ങൾ ഈ 38 വർഷങ്ങൾ കൊണ്ട് സൗഖ്യമായി പോയിട്ടുണ്ടാവാം. പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം, അവർക്കൊന്നും ലഭിക്കാത്ത ഒരു വിടുതൽ, ഡയറക്റ്റുള്ള വിടുതൽ അവന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നു. അവൻ ചിന്തിക്കാത്ത സമയത്ത്, അവൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സമയത്ത്, നിരാശപ്പെട്ട് മടുത്ത് കിടക്കുന്ന മനുഷ്യൻ, മരിച്ച മതി, ഇനി എന്നെ അങ്ങ് എടുത്താൽ മതി, എന്തിനങ്ങ് ജീവിക്കുന്നത്, ജീവിതം പോലും മടുത്ത് കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചിന്തിക്കാത്ത സമയത്ത്, അവൻ ആഗ്രഹിക്കാത്ത സമയത്ത് അവന്റെ അടുക്കിലേക്ക് ഒരുവൻ നടന്നു വരികയാണ്. അവന് കൊടുക്കേണ്ട വിടുതൽ കൊടുക്കേണ്ടവൻ
സൗഖ്യദായകനായ യേശു അവന്റെ അടുക്കിലേക്ക് ദൂതനല്ല വരുന്നത്, ഡയറക്റ്റ് ദൈവം തന്നെ, ദൈവമായവൻ അവന്റെ അടുക്കിലേക്ക് വരും. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, പലരും പ്രാർത്ഥിച്ച് മടുത്ത വിഷയമായിരിക്കാം. ഒത്തിരി ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഒത്തിരി പ്രവാചകന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, അവർ ആലോചനകൾ പറഞ്ഞിട്ടുണ്ടാകാം, ഒത്തിരി ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചിട്ടുണ്ടാവാം, ഒത്തിരി ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടാകാം. പക്ഷേ അവിടെ ഒന്നും ലഭിക്കാത്ത ഒരു സൗഖ്യം, ലഭിക്കാത്തൊരു വിടുതൽ, ലഭിക്കാത്ത ഒരു ആനന്ദം നിനക്കുണ്ടാകാൻ പോകുന്നു. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ അടുക്കിലേക്ക്, നീയോ നിന്റെ കുടുംബക്കാരോ സ്നേഹിതരോ ചിന്തിക്കാത്ത നാഴികയിൽ നിന്റെ അടുക്കിലേക്ക് നീ വിളിക്കാതെ നിന്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന യേശുവിനെ നീ കാണാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അവൻ വിളിച്ചിട്ടല്ല യേശു വരുന്നേ, അവൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അവൻ വിളിക്കാതിരിക്കുമ്പോൾ അവനെ സൗഖ്യമാക്കാൻ അവന്റെ അടുക്കിലേക്ക് യേശു വന്നതുപോലെ നീ ചിന്തിക്കാത്ത സമയത്ത്, നീ നിനക്കാത്ത സമയത്ത് നിനക്കുള്ള വിടുതലുമായി, നിനക്കുള്ള സൗഖ്യവുമായി യേശു നിന്റെ അടുക്കൽ വരും. വിശ്വസിക്കാൻ പറ്റുമോ? യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന്. നീ ഇപ്പോൾ തളർന്നു കിടക്കുന്ന ഇടത്തുനിന്ന്, നീ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഇടത്തുനിന്ന്, റൂമിന്റെ അകത്ത് വർഷങ്ങളായി അടയപ്പെട്ടു പോയ കിടക്കയിൽ കിടപ്പായി പോയ രോഗിയാണ് നീ. വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷാവാതക്കാരന്റെ അടുക്കൽ ഇറങ്ങി വന്ന പക്ഷാവാതക്കാരൻ വിളിക്കാതെ, അവൻ ആഗ്രഹിക്കാതെ അവന്റെ അടുക്കൽ വന്ന് യേശു സൗഖ്യം കൊടുത്തതുപോലെ നിന്റെ അടുക്കൽ വന്ന് യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ പക്ഷാവാതത്തെ അവൻ മാറ്റും, നിന്നെ അവൻ സൗഖ്യമാക്കും, നിന്റെ സ്പൈനൽ കോഡിനെ അവൻ ഉറപ്പിക്കും, നിന്റെ ബ്രെയിനെ അവൻ സൗഖ്യമാക്കും, നിന്റെ നോർവിനെ അവൻ സൗഖ്യമാക്കും, നിന്റെ നട്ടലിനെ അവൻ ഉറപ്പിക്കും, നിന്റെ നരിയാണിയെ അവൻ സൗഖ്യമാക്കും. ഹോ ജീസസ്. വിശ്വസിക്കാൻ നീ തയ്യാറായാൽ അത്ഭുതം സഹോദരൻ നീ കാണാൻ പോകുന്നു. വിശ്വസിക്കാൻ നീ തയ്യാറായാൽ അത്ഭുതം സഹോദരി നീ കാണാൻ പോകുന്നു. വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ തലമുറയിൽ, നിന്നിൽ, നിന്റെ ജീവിത പങ്കാളിയിൽ ഈ അത്ഭുതം നടക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. ഹോ ജീസസ്. ഇത് പരിശുദ്ധാത്മാവ് കൈമാറാൻ പറഞ്ഞ ദൈവശബ്ദം. ഇത് വിശ്വസിക്കുന്നവരോടുള്ള പ്രവചന ശബ്ദം. നിരാശപ്പെട്ട് ഇനി ഞങ്ങൾക്ക് ഉയർപ്പുണ്ടാകത്തില്ല, ഇനി ഞങ്ങൾ എഴുന്നേൽക്കത്തില്ല, ഇനി ഞങ്ങൾ പുറത്തു വരത്തില്ല, ഇനി ഒരു സൗഖ്യം ഉണ്ടാകത്തില്ല, വിധി എഴുതിയ ഹോസ്പിറ്റലിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള, ഹോസ്പിറ്റൽ കൈവിട്ട നിന്നോടുള്ള ദൈവശബ്ദം, നീ എഴുന്നേക്കാൻ പോകും. നിന്റെ അടുക്കിലേക്ക് ഒരു ഡോക്ടർ അല്ല വരുന്നത്, നിന്റെ അടുക്കിലേക്ക് ഒരു പാസ്റ്റർ അല്ല വരുന്നത്, നിന്റെ അടുക്കിലേക്ക് ഒരു പ്രവാചകനല്ല വരുന്നത്. നിന്റെ അടുക്കിലേക്ക് സൗഖ്യദായകനായ യേശു വരും. നീ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ, നീ ചിന്തിക്കാത്ത സമയത്ത് അവൻ വന്നു നിന്നെ സൗഖ്യമാക്കും. യേശു വന്നവനെ സൗഖ്യമാക്കി. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആമേൻ. അപ്പൊ അവൻ അവന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കർത്താവ്, ഇങ്ങനെയാണ് സംഭവമൊക്കെ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവൻ വിചാരിച്ചത് യേശു പിടിച്ച് കുളത്തിലോട്ട് ഇറക്കുന്ന. ഇല്ല കുഞ്ഞെ, നിനക്കുള്ള സൗഖ്യം ഡയറക്റ്റാണ്, നിനക്കുള്ള വിടുതലുകൾ ഡയറക്റ്റാണ്. പലയിടത്തും വിടുതലിന് വേണ്ടി നീ അലഞ്ഞിട്ടുണ്ടാകാം, പലയിടത്തും നീ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, പലരോടും നീ ഇരുന്നിട്ടുണ്ടാകാം. പക്ഷേ നിനക്കുള്ള സൗഖ്യവും, നിനക്കുള്ള വിടുതലും, നിനക്കുള്ള രക്ഷയും, നിനക്കുള്ള ഡെലിവറൻസ് ഡയറക്റ്റാണ്. ആമേൻ. വർഷങ്ങളുടെ പഴക്കം പറയുന്ന സഹോദര സഹോദരി, നിങ്ങളുള്ള ദൈവശബ്ദം നിനക്കുള്ളത് ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നു, വരാൻ പോകുന്നു. ആമേൻ. യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ക്ഷണത്തിലെ മനുഷ്യൻ കിടക്കയും എടുത്ത് നടന്നു. ആ അത്ഭുതങ്ങൾ ആ ദേശത്തെ ഞെട്ടിക്കുന്ന അത്ഭുതമാണ്. കാരണം 38 വർഷമായി ഇവനെ പരിചയമില്ലാത്ത ഒറ്റ മനുഷ്യൻ പോലും ഉണ്ടാകത്തില്ല.
എല്ലാവർക്കും അവന് പരിചയമാണ്. അവിടെ വരുന്നവർക്കെല്ലാം പരിചയം. കാരണം 38 വർഷമായിട്ടുള്ള രോഗിയാണ്. പക്ഷേ 38 വർഷമായി കിടന്ന മനുഷ്യൻ കിടക്കയും എടുത്ത് നടക്കുന്ന കണ്ടപ്പോൾ അവനോട് യേശു പറഞ്ഞ് കിടക്കയെടുത്ത് നടക്കാൻ. പക്ഷേ അവന് വന്ന ചോദ്യം എന്താണെന്നറിയോ? യഹൂദന്മാര് ചോദിച്ചു, ഇന്ന് ശബത്തല്ലേ, നീ കിടക്കയും എടുത്ത് നടക്കുന്നത് എന്ത് എന്നാ ചോദിക്കുന്നത്. എടാ, ഈ 38 വർഷമായി പക്ഷാവാതം പിടിച്ച് കിടന്ന ഈ മനുഷ്യനെ സഹായിക്കാൻ നിനക്ക് മനസ്സുണ്ടായോ? ഇല്ല. ഒന്ന് കൈക്ക് പിടിച്ച് ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന സമയത്ത് ആ കുളത്തിലേക്കൊന്ന് ഇറക്കാൻ നിനക്ക് പറ്റിയോ? ഒന്ന് ശുശ്രൂഷിക്കാൻ നിനക്ക് പറ്റിയോ? ഒന്ന് കൈത്താങ്ങാൻ നിനക്ക് പറ്റിയോ? ഇല്ല. ഇപ്പോൾ 38 വർഷമായി നിൽക്കാത്തൊരു മനുഷ്യൻ, 38 വർഷമായി എഴുന്നേൽക്കാത്ത മനുഷ്യൻ ഈ പകൽ സൗഖ്യമായി അവൻ എഴുന്നേറ്റപ്പോ അവനോട് ചോദിക്കേണ്ട ചോദ്യം ഇതല്ലല്ലോ. അവനോട് ചോദിക്കേണ്ട ചോദ്യം, സഹോദര, നീ സൗഖ്യമായോ? ഇതെങ്ങനെ സംഭവിച്ചു? നിന്നെ സൗഖ്യമാക്കിയത് ആര്? ഇതെങ്ങനെ ഇവിടുന്ന് നടന്നു? ഇത്രയും വർഷമായിട്ട് സഹോദരൻ നീ സൗഖ്യമായല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ ഉപയോഗിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നിന്റെ മേൽ വെളിപ്പെട്ടല്ലോ, ദൈവം കരുണ കാണിച്ചല്ലോ. അതിഭയങ്കരം, മഹാ അത്ഭുതം. കർത്താവ് നിന്നെ ഉപയോഗിക്കട്ടെ, കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചു നിന്നവൻ കേൾക്കുന്നത്, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല, ശബത്താണ്. അവനെ കുറ്റപ്പെടുത്തു. നീ കൈത്താങ്ങേണ്ട സഹോദര, നീ സപ്പോർട്ട് ചെയ്യണ്ട, ഒന്നും നീ ചെയ്യണ്ട. ഇവന്റെ വിടുതലിൽ സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ശബത്താണ്. നീ ശബത്തം പറഞ്ഞിരിക്കെ. ഇവനോട് നടക്കാൻ പറഞ്ഞത് യേശുവാണ്. ആമേൻ. നടക്കാൻ പറഞ്ഞത് യേശുവാണെങ്കിൽ ഇവൻ നടന്നിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പല ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. മൈൻഡ് ചെയ്യരുത്. നിങ്ങളോട് ദൈവം പറയുന്ന ശബ്ദത്തെ മാത്രം നിങ്ങൾ കേൾക്കുക, അത് അനുസരിക്കുക. ദൈവശബ്ദം കേൾക്കാത്ത പലരും പലതും പറയും. മൈൻഡ് ചെയ്യരുത്. യേശുവിനെ ഭൂതമാണെന്ന് പറഞ്ഞ ചേട്ടന്മാരുള്ള രാജ്യം. അപ്പം അതിലും കുറഞ്ഞൊന്നും നമുക്ക് കിട്ടത്തില്ല. നിന്നോട് പറയുന്ന, എന്നോട് പറയുന്ന ദൈവശബ്ദം എനിക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ, നിന്നോട് പറയുന്ന ദൈവശബ്ദത്തിന് നിനക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. കിടക്കയെടുത്ത് എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് യേശു പറഞ്ഞു എന്ന് പറയണം. ആമേൻ. നീ കിടക്കയും എടുത്ത് നടക്കുന്ന വിധത്തിൽ നിനക്ക് ആരോഗ്യമുണ്ടാകാൻ പോകും. വർഷങ്ങളായി തളർന്നു കിടന്ന നിനക്ക് ആരോഗ്യമുണ്ടാകാൻ പോകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം. 38 വർഷമായ ആ രോഗിയുടെ കാര്യം വചനത്തിൽ പറയുന്നു, അത് ഞാൻ പറഞ്ഞു. ഇനി അന്ന് യഹൂദയിൽ നടന്ന സൗഖ്യം മാത്രമല്ല, ഇന്നും യേശു സൗഖ്യമാക്കുന്നു എന്നുള്ള തെളിവുകൾ തരാം. ആമേൻ. 2006 ഒരു ബൈക്ക് ആക്സിഡന്റിൽ എൻ്റെ സ്പൈനൽ കോഡ് ഇളകി 2 കൈ, ഇപ്പോൾ ഞാൻ ഉയർത്തി കാണിക്കുന്ന 2 കൈയും പാരലൈസായി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്നെ ഉപേക്ഷിച്ചതാണ്. മെഡിക്കൽ സയൻസ് എന്നെ കൈവിട്ടതാണ്. പക്ഷേ യേശു എന്നെ കൈവിട്ടില്ല. ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ 6ാം നിലയിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, സ്വന്തം കാര്യം ചെയ്യാൻ പോലും കഴിയാതെ, പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടുത്തുനിന്ന് സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, എന്നെ ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടിട്ടേക്ക്, എൻ്റെ വീട്ടുകാരോട് പറയണ്ട. പക്ഷെ നിന്നെ വിളിച്ചിറക്കിയിട്ട് അനാഥ മന്ദിരത്തിൽ ഉപേക്ഷിക്കുന്നവനല്ല എൻ്റെ യേശു. എന്നെ യേശു
വേർതിരിച്ചു വിളിച്ചത് ഇടവഴിയിൽ ഇട്ടിട്ട് പോകാനല്ല. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു, മോനെ, 3-ാം ദിവസം ഞാൻ നിനക്ക് സൗഖ്യം തരും. എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ച ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്, ഒത്തിരി ദൈവമക്കളുണ്ട്. അങ്ങനെ അവർക്കെല്ലാം അറിയാം 2006 നടന്ന സംഭവം. ഞാൻ ആ ശബ്ദം കേട്ടിട്ട് സഹോദരനോട് പറഞ്ഞു, സഹോദര, ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, 3-ാം ദിവസം എനിക്ക് സൗഖ്യം തരുമെന്ന് യേശു പറയുന്നു. എനിക്കപ്പോൾ അവർ ചോറ് വാരിത്തരികയാണ്. എൻ്റെ കൈ ചലിക്കത്തില്ല, ട്രീറ്റ്മെൻ്റ് ഇല്ല, കാരണം ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, സ്പൈനൽ കോഡിലായതുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ ചെയ്യാം, അതിന് 2006 15,000 രൂപയാണ്, ഒരു ഇഞ്ചക്ഷൻ ചെയ്യാം, ഏതെങ്കിലും ഒരു സൈഡ് കിട്ടും, ഒരു സൈഡ് പോകും. ഞങ്ങൾ പാസ്റ്റർ പറഞ്ഞു വേണ്ട, ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അവർ ഇഞ്ചക്ഷൻ ചെയ്തില്ല. അതുകൊണ്ട് ഡോക്ടേഴ്സ് പിന്നെ വന്ന് എന്നെ നോക്കുന്നുമില്ല. പക്ഷേ ഞാൻ കേട്ട ശബ്ദം ദൈവത്തിൻ്റെതായതുകൊണ്ട് 3-ാം ദിവസം എൻ്റെ സ്നേഹിതൻ, സഹോദരൻ എനിക്ക് ചോറ് വാരിത്തരുമ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ, ഇത് 3-ാം ദിവസം. എന്നോട് കർത്താവ് പറഞ്ഞ 3-ാം ദിവസം എൻ്റെ അടുത്തിരിക്കുന്ന ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ കൈ നീട്ടി. എൻ്റെ കൈ ചലിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് എൻ്റെ കൈകൾക്ക് ബലം വെച്ചു തുടങ്ങി. 21-ാം ദിവസം ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ആരോഗ്യത്തോടെ, ബലത്തോടെ സ്വന്തം കാര്യം ചെയ്യാൻ കൈകൾക്ക് ബലമേശു തന്നു. ഹോസ്പിറ്റലിൽ ഇറങ്ങി വന്ന് യേശു എന്നെ സൗഖ്യമാക്കി. എൻ്റെ സ്പൈനൽ കോഡിനെ ഉറപ്പിച്ചു, എന്നെ സൗഖ്യമാക്കി. തളർന്നു പോയ എന്നെ സൗഖ്യമാക്കി യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്നോട് സംസാരിക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ കിടക്കെടുത്ത് എന്തിനാ നടക്കുന്നത് ചോദിച്ചാൽ, നീ പ്രവചിക്കുന്ന എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നീ പ്രസംഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്നോട് സംസാരിക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ, എൻ്റെ രോഗശൈലി വന്നെ സൗഖ്യമാക്കി യേശുവിന് പ്രസംഗിക്കാൻ പറഞ്ഞ, എന്നെ അഭിഷേകം ചെയ്ത് രാജ്യം കൊണ്ട് പ്രവചിക്കാൻ പറഞ്ഞ ദൈവാത്മാവ്, അത് സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവാന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ദൈവം പറയുന്നത് ഞാൻ അതുപോലെ പറയും. ഇനി എത്ര പേര് വിമർശിച്ചാലും, ഇത് ശരിയായ ആത്മാവല്ല എന്ന് പറഞ്ഞാൽ, വചനം പറയുന്നു യേശു കർത്താവ് എന്ന് ഒരുവൻ പറയണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിലെ പറ്റത്തില്ല. ആമേൻ. സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ തളർന്നു കിടന്നപ്പോൾ ഒരുവന് ചോദിക്കാനില്ല, ഒരുവൻ സഹായിക്കാനില്ല, ഒരു സപ്പോർട്ടില്ല, ഒന്നുമില്ല. എന്നെ യേശു സൗഖ്യമാക്കി കഴിഞ്ഞ്, എന്നെ അഭിഷേകം ചെയ്തു കഴിഞ്ഞ്, കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യില്ല ദൈവദാസന്മാരെ, സഹോദരങ്ങളെ, ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടിലും ദർശനത്തിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോകുക. കർത്താവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ. എന്നെ വിമർശിക്കുന്ന സഹോദരന്മാരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. കർത്താവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ആമേൻ. എന്നെ സൗഖ്യമാക്കി യേശു. സഹോദര, എന്നെ സൗഖ്യമാക്കി യേശു. സഹോദരി, എന്നെ സൗഖ്യമാക്കി യേശു. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഈ ദൂതിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, നീ എത്ര കിടപ്പ് രോഗിയാണെങ്കിലും യേശു നിന്നെ സൗഖ്യമാക്കും. മെഡിക്കൽ കോളേജ് കൈവിട്ട് സ്പൈനൽ കോഡ് ഇളകി പാരലിസായി പോയ എന്നെ സൗഖ്യമാക്കിയ ഒരു യേശുവുണ്ട്. ഇരു കൈകൾക്കും നല്ല ബലം നൽകിയ ഒരു യേശുവുണ്ട്. ഇന്നും ജീവിക്കുന്നവൻ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, രോഗികൾ സൗഖ്യമാകട്ടെ, പക്ഷവാത രോഗികൾ സൗഖ്യമാകട്ടെ, പാരലിസായി പോയവർ സൗഖ്യമാകട്ടെ, സ്പൈനൽ കോഡുകൾ സൗഖ്യമാകട്ടെ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ?
യേശു നിങ്ങൾ സൗഖ്യമാക്കും. നിങ്ങളുടെ രോഗക്കിടക്ക വിട്ട് നിങ്ങൾ എഴുന്നേക്കാൻ പോകുന്നു. വർഷങ്ങളുടെ കണക്ക് പറഞ്ഞു കിടക്കുന്ന രോഗികളെ യേശു സൗഖ്യമാക്കാൻ പോകുന്നു. ഡയറക്റ്റ് കർത്താവ് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുന്ന നാളുകൾ. വിശ്വസിക്കാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിരാശപ്പെടല്. രോഗികളായിരിക്കുന്നവർ നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. നിങ്ങളുടെ ജീവിത പങ്കാളി സൗഖ്യമാകാൻ പോകുന്നു. നിങ്ങളുടെ തലമുറ സൗഖ്യമാകാൻ പോകുന്നു. നിങ്ങളുടെ പാരൻസ് സൗഖ്യമാകാൻ പോകുന്നു. നിങ്ങൾ ആ കിടക്ക വിട്ട് നിങ്ങൾ എഴുന്നേക്കാൻ പോകുന്നു. മറ്റുള്ളവരെ സൗഖ്യമാക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറാൻ പോകുന്നു. ഞാൻ ബ്ലസ് ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറും. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനോടുള്ള പ്രവചന ശബ്ദങ്ങൾ 2-3 ദിവസം മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പ്രവചന ശബ്ദങ്ങളാണ്. എനിക്ക് ഇന്നലെ ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, നല്ല തിരക്കാര്. പക്ഷെ എൻ്റെ കൂട്ടുദാസന്മാരോട്, കൊല്ലത്തുള്ള എൻ്റെ ദൈവാസൻ, എറണാകുളത്തുള്ള ദൈവാസൻ, അവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഭവം പരിശുദ്ധാത്മാവിൽ ഇടപെടുന്നു, പ്രാർത്ഥിക്കണേ. പക്ഷേ ഇന്നലെ ഒന്നോടെ സംഭവിച്ചു. ആമേൻ. ഓക്കെ. എൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞിങ്ങനെയാണ്, വലിയ പ്രകൃതി ദുരന്തങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാകാൻ പോകും. പ്രകൃതി തന്നെ ചില കാര്യങ്ങൾ ആ രാജ്യത്ത് ചെയ്യാൻ പോകും. ഇവിടെ കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, മിന്നൽ പ്രളയങ്ങൾ പാകിസ്ഥാൻ രാജ്യത്തുണ്ടാകാൻ പോകും. കർത്താവ് കാണിക്കുന്നത് ഇങ്ങനെയാണ്, 100-120 കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ് പാകിസ്ഥാൻ രാജ്യത്ത് ഉണ്ടാകാൻ പോകും. ആരും നശിക്കരുത്. ഒരു ദൈവമുണ്ട് എന്ന്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജനം അറിയട്ടെ. ആരും കൈവിടപ്പെട്ടു പോകരുത്. അവർ യേശുവിനെ കണ്ടുമുട്ടട്ടെ. എൻ്റെ കർത്താവ് അത് കഴിഞ്ഞിട്ട് എവിടുന്ന സംഭവം, ഭൂമി കുലുക്കങ്ങൾ പാകിസ്ഥാൻ രാജ്യത്തുണ്ടാകാൻ പോകുന്നു. വലിയ നാശനഷ്ടങ്ങൾ, മാസങ്ങൾ കൊണ്ട് പെയ്യേണ്ട മഴ ദിവസങ്ങൾ കൊണ്ട് പെയ്യുന്നത് പോലെയുള്ള സംഭവങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു. ആ രാജ്യത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ആ രാജ്യത്തെ ദൈവം സംരക്ഷിക്കട്ടെ. ദൈവഹിതമായത് സംഭവിക്കട്ടെ. ആ രാജ്യത്തിലെ ജനങ്ങൾ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങട്ടെ. നമുക്കതിനോട് പ്രാർത്ഥിക്കാം. ആമേൻ. വീണ്ടും പരിശുദ്ധാത്മാവിൽ ഇടപെട്ട മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ ഈ വർഷം, കഴിഞ്ഞ വർഷം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ 1 മാസം മുമ്പ് പരിശുദ്ധാത്മ പറഞ്ഞിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നത് മക്കൾ പ്രാർത്ഥിക്കണം. അതുപോലെ വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിനെ എന്നോട് അറിയിച്ച ദൈവശബ്ദത്തെ ഞാൻ കൈമാറുന്നു. നമ്മുടെ കേരളത്തിന് പ്രാർത്ഥിക്കാം. കർത്താവിനെ കാണിച്ചത് ഇങ്ങനെയാണ്, കേരളത്തിൻ്റെ ഉയർന്ന മലകളുള്ള ഇടങ്ങളിൽ 4 വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പോകുന്നു. ജീവഹാനി വരുന്ന, മരണങ്ങൾ സംഭവിക്കുന്ന ഉരുൾപൊട്ടലുകൾ 4 ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് അതിഭയങ്കരമായ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. കേരളത്തിലുള്ള ദൈവമക്കൾ, ദൈവസഭ ഉണരുക, പ്രാർത്ഥിക്കുക. അതിന്റെ തീവ്രത കുറയട്ടെ. 100-ലധികം സ്പീഡിൽ കൊടുങ്കാറ്റുകൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. കേരളത്തെ ഉലച്ചു കളയുന്ന കൊടുങ്കാറ്റ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അതിന്റെ തീവ്രത കുറയട്ടെ.
വലിയ പേമാരി ഉണ്ടാകാൻ പോകും. 2018 ഉണ്ടായതിലും വലിയ വെള്ളപ്പൊക്കം കേരളം നേരിടാൻ പോകും. ദൈവജനം പ്രാർത്ഥിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് എങ്ങനെയാണ്, ഒരു സ്ഥലത്തെ ഉരുൾപൊട്ടലാണെങ്കിൽ അങ്ങോട്ട് നമുക്ക് രക്ഷാ സൈന്യങ്ങളെ അയക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യാം. പക്ഷേ ഒരിടത്ത് നടക്കുമ്പോൾ അടുത്തടുത്ത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാതെ ഒരിടത്ത് നിന്ന് അടുത്തടുത്തോട്ട് ആൾക്കാർക്ക് എത്താൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഓടിയെത്താൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തടുത്ത് ആ വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകൾ പലതുണ്ടാകും, ചെറുതൊക്കെ. പക്ഷെ ഇതല്ല, പ്രാണഹാനി വരുന്ന, മരണങ്ങൾ സംഭവിക്കുന്ന 4 ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടാകാൻ പോകും. ദൈവജനം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. അതിന്റെ തീവ്രത കുറയാൻ ദൈവജനം പ്രാർത്ഥിക്കുക. അടുത്ത ദൈവശബ്ദം പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥന മുറിയിൽ എന്നോട് ഇടപെട്ടത്, റോമിൽ ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന പോപ്പ്, മാർപ്പാപ്പ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യുന്ന ഒന്നായിരിക്കും. അതിന് ഒരു വ്യക്തത ഞാൻ തരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർ വന്ന് പറയുന്നു, ഇവർ മദ്യപിച്ചിട്ടാണ് അഭിഷേകത്തിന്റെ എതിരെ, അന്യഭാഷയ്ക്കെതിരെ അവർ കളിയാക്കിയപ്പോൾ ഒരുവൻ എഴുന്നേറ്റു. 11 പേരോട് കൂടെ ഒരുവൻ എഴുന്നേറ്റിട്ട് പറയുന്നു, പത്രോസ് എഴുന്നേറ്റിട്ട് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇത് ലഹരിയല്ല, മദ്യത്തിന്റെ ലഹരിയല്ല, ഇത് പരിശുദ്ധാത്മാവാണ്. യോബിൽ പ്രവാചകൻ പറഞ്ഞ പ്രവചന ശബ്ദത്തിന്റെ നിവൃത്തിയാണിതെന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ്, യഹൂദന്മാരെ പേടിച്ചിരുന്ന പത്രോസ് തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് യഹൂദന്മാരോട് പ്രസംഗിക്കാനുള്ള തൻ്റെ ഇടം അഭിഷേകത്തോടെ അത് കാണിച്ചപ്പോൾ, അഭിഷേകത്തോടെ പത്രോസ് പറയുന്നു, നിങ്ങൾ ഊഹിക്കുന്നത് പോലെയല്ല, ഇത് പരിശുദ്ധാത്മാവാണ്, ഇത് അഭിഷേകമാണ് എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞതുപോലെ പത്രോസിനെ പോലെ ഒരുവൻ റോമിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നവരെ, ആമേൻ. ശീമോൻ പത്രോസിനെ പോലെ, ആദ്യത്തെ പോപ്പായ പത്രോസിനെ പോലെ ഒരു വ്യക്തിയെ ഇനി അടുത്ത മാർപ്പാപ്പയായി കർത്താവ് ഒരു വ്യക്തി എഴുന്നേൽപ്പിക്കാൻ പോകും. ആ വ്യക്തി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള രീതികൾക്ക്, ആരാധന രീതികൾക്ക് മാറ്റം സംഭവിക്കും. പരിശുദ്ധാത്മാവ് ഇടപെട്ടത് എങ്ങനെയാണ്? മോശയ്ക്ക് യഹോവയായ ദൈവം കൊടുത്ത 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പനയെ റെസ്പെക്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാകാൻ പോകും. ക്രിസ്തീയ സഭകളിൽ 2ാമത്തെ കൽപ്പനയ്ക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന, ആ കൽപ്പനയെ ബഹുമാനിച്ചുകൊണ്ട് ആ കൽപ്പന പ്രകാരമുള്ള ചില ഓർഡറുകൾ വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് മുൻതൂക്കം ഈ വരുന്ന മാർപ്പാപ്പ കൊടുക്കും. ഇടയ ലേഖനങ്ങൾ പള്ളികളിൽ വായിക്കും. എന്നോട് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന മുറിയിൽ എന്നോട് സംസാരിച്ച ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ദൈവകൽപ്പനകൾ 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പന, ഞാൻ അങ്ങനെ പറഞ്ഞത് വിടുക. ആ 2ാമത്തെ കൽപ്പന
പള്ളികളിൽ നിറവേറ്റുന്ന ഒരു മാർപ്പാപ്പയാണ് ഇനി വരാൻ പോകുന്നത്. അത് പത്രോസിനെ പോലെ തൻ്റെ ഇടത്തോടെ പറയുന്ന, അഭിഷേകത്തോടെ പറയുന്ന, പത്രോസിന്റെ പേരിനോട് ചേർന്ന് വരുന്ന, പത്രോസിന്റെ പേരുള്ളതിന് ദൈവം ലഭിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആത്മാവിലും, യേശു പറഞ്ഞു, എന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയ്ക്ക് പരിശുദ്ധാത്മാവിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തി അടുത്ത മാർപ്പാപ്പയായി എഴുന്നേക്കാം. പക്ഷെ അധികം നാള് അദ്ദേഹത്തെ ഇരുത്തത്തിൽ, പക്ഷെ ഇരിക്കുന്ന ടൈം ഈ സംഭവം ഉണ്ടാകും. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നേതൃത്വത്തിലേക്ക് പോപ്പായി കയറുന്ന ആ വ്യക്തിയെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉപയോഗിക്കട്ടെ. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന പള്ളികളിൽ ഉണ്ടാകട്ടെ. ജനം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളോട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനങ്ങൾ ഒരുങ്ങട്ടെ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയായി നമ്മുടെ സഭകൾ മാറട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.